രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കില്ല. അന്വേഷണ സംഘത്തിന്റെ ഹർജി കോടതി തള്ളി. മുൻകൂർ ജാമ്യം നിലനിൽക്കുമെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി VS അനു ചേരുകയാണ്. VS അനു, എന്തായാലും കേസിൽ ഈ ജാമ്യം ലഭിച്ച ശേഷവും ഇത്തരത്തിൽ ഇടപെടുന്നു എന്നതായിരുന്നു ഈ അന്വേഷണ സംഘം SIT അറിയിച്ചിരുന്നത്. പക്ഷേ എന്തായാലും കോടതി ഇക്കാര്യം തള്ളുകയാണ്. എന്താണ് കോടതിയിൽ നിന്ന് വരുന്ന ഈ വിധിയുടെ വിശദാംശങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 3 പീഡന പരാതികൾ, അതിൽ രണ്ടാമത്തെ പരാതിക്കാരിയാണ് ഇങ്ങനെ ക്രൈംബ്രാഞ്ച് സംഘത്തോട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി ഫോണിൽ വിളിച്ചു എന്നുള്ള കാര്യം പറയുന്നത്. ഇതോടുകൂടിയാണ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിന്റെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ഹർജി നൽകിയത്. പക്ഷേ ഇപ്പോൾ ഈ ഹർജി തള്ളിയിരിക്കുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഈ പരാതിക്കാരുടെ മുഴുവൻ ഫോൺ നമ്പറുകളും ഡിലീറ്റ് ചെയ്ത് അതിനുശേഷം കോടതി സത്യവാങ്മൂലം നൽകണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. അതിൽ നിന്നും രാഹുലിന് ആശ്വാസകരമായ വിധിയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്. ഈ ജാമ്യം റദ്ദാക്കണമെന്ന രണ്ടാം പരാതിക്കാരുടെ അല്ലെങ്കിൽ ആ പരാതിക്കാരുടെ മേലുള്ള അന്വേഷണ സംഘത്തിന്റെ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. ഇന്നത്തെ ദിവസം പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണ്. അയാൾ കാണിച്ച അച്ചടക്കം ചുരുങ്ങിയ 2 സീറ്റിലെങ്കിലും കോൺഗ്രസിന് ഗുണമാകുന്നുണ്ട്. അതിനെപ്പറ്റി വേറെ ഒരവസരത്തിൽ പറയാം. കേസിനെ പറ്റി തന്നെ പറയാം. രാവിലെ വാർത്തകൾ ഉണ്ടായിരുന്നു, രാഹുലിന് ഇന്ന് നിർണായകം എന്ന്. കുറേയായി ഈ തലക്കെട്ട് ശീലമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം, രാഹുൽ MLA രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയെ ഫോൺ വിളിക്കാൻ ശ്രമിച്ചു. അത് അവരെ ഭീഷണിപ്പെടുത്താനായിരിക്കാം. അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് SIT കൊടുത്ത പരാതിയിൽ വിധി പറയുന്ന ദിവസമായിരുന്നു. കോടതി വിധി വന്ന ശേഷം കാര്യമായ വാർത്തകൾ ഇല്ല. എന്താ കാരണം? രാഹുൽ MLA-യുടെ ജാമ്യം റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിധിച്ചു. എന്തുകൊണ്ട് കോടതി അങ്ങനെ വിധിച്ചത്? അപ്പോൾ ആ കുറിപ്പിൻ്റെ ബാക്കി ഞാൻ വായിക്കാം. അതിന് മുമ്പായിട്ട്, എന്തുകൊണ്ട് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല എന്ന് വിധിച്ചു എന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കോടതി വിധി വന്നിട്ട് ഇപ്പം നിങ്ങൾ കേട്ടത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. 1 മിനിറ്റും സംതിങ്ങുമുള്ള ന്യൂസ് മലയാളം നൽകിയ ഒരു വാർത്തയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടാൻ മുന്നിൽ നിന്ന ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്ന് ന്യൂസ് മലയാളത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ പറഞ്ഞ കഥകളും കെട്ടുകഥകളും തലക്കെട്ടുകളും ഒക്കെ കേട്ടവരാണ് നമ്മൾ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം റദ്ദാക്കണമെന്ന ഒരു ഗുരുതര ആവശ്യവുമായിട്ട് അന്വേഷണ സംഘം കോടതിയിൽ പോകുന്നു. കോടതി അത് കേട്ടിട്ട് രാഹുലിൻ്റെ ഭാഗവും കേട്ടിട്ട് പറയുന്നു ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല എന്ന് കോടതി പറയുന്നു. ഇപ്പം എന്തുകൊണ്ട് കോടതി പറഞ്ഞു എന്നുള്ളതൊരു ചോദ്യമാണ്. അതിലേക്ക് വരാം. അതിന് മുൻപ്, എന്തുകൊണ്ട് ഇപ്പോൾ പരാതികൾ 1ആവട്ടെ 2ആവട്ടെ 3ആവട്ടെ, ഇനി പരാതികൾ ഇല്ലാത്തവരാവട്ടെ ആരുമാവട്ടെ, ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയോ ആരോപണങ്ങളോ ഫേസ്ബുക്ക് കുറിപ്പുകളോ വാർത്താ സമ്മേളനങ്ങളോ നടത്തുമ്പോൾ അത് ഇഴകീറി പരിശോധിച്ച് വെട്ടിമുറുക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ ഈ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് അന്വേഷണ സംഘം കോടതിയിൽ പോയിട്ടും അതേക്കുറിച്ച് കമാ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളെന്താ കേട്ടത്? ജാമ്യം റദ്ദാക്കാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞു. ശരി, കോടതി അതിനൊരു കാരണം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ കാരണം എന്താണ്? എന്തുകൊണ്ട് ആ കാരണത്തെ പറ്റി ഇവർ മിണ്ടുന്നില്ല? എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ആ കാരണം ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാരണം പരാതി വന്നപ്പോൾ പരാതിയിൽ പറയുന്ന ഓരോന്നും വെച്ച് രാഹുലിനെ ക്രൂരനാക്കാൻ ശ്രമിച്ച ആളുകൾ, ഇതേ ആളുകൾ എന്തുകൊണ്ട് ജാമ്യം റദ്ദാക്കാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞതിലെ കാരണത്തെക്കുറിച്ച് വാ തുറക്കുന്നില്ല? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതാണ് കോടതിയുടെ ഉത്തരമെന്ന് പറയുന്നത്. എന്താണ് കോടതി പറഞ്ഞത്? ജാമ്യം റദ്ദാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് റദ്ദാക്കാൻ പറ്റില്ല? എന്തുകൊണ്ട് റദ്ദാക്കാൻ പറ്റില്ല? രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകൾ ഈ പരാതിക്കാരിയുടെ അമ്മ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് മെസ്സേജുകൾ അയക്കുന്നു എന്നും പരാതിക്കാരിയും തൻ്റെ സ്റ്റോറികൾ പ്രതികരിക്കുന്നു എന്നുമാണ്. ഈ പരാതിയിൽ പറഞ്ഞ ദിവസം പോലും പരാതിക്കാരിയുടെ അമ്മ ഫോണിൽ മെസ്സേജ് അയച്ചു എന്നും അതിനാൽ ബ്ലോക്ക് ചെയ്തു എന്നുമുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു. അത് കോടതിക്ക് ബോധ്യമായി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്ന് പറഞ്ഞാൽ രാഹുൽ പീഡിപ്പിച്ചു, രാഹുൽ ക്രൂരത കാട്ടി, എന്തൊക്കെയാ പറഞ്ഞത്? രാഹുലിന് ലൈംഗിക വൈകൃതം, ഇങ്ങനെയൊക്കെ പരാതി കൊടുത്ത ഒരാൾ പരാതി കൊടുത്തതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെട്ട് രാഹുൽ മാങ്കൂട്ടം ജാമ്യത്തിൽ പുറത്തു വന്നതിന് ശേഷവും
അയാൾ സ്റ്റോറി ഇടുമ്പോൾ, വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതിനൊക്കെ റിപ്ലൈ ചെയ്യുക. ആരാ റിപ്ലൈ ചെയ്യുന്നത്? പരാതിക്കാരി റിപ്ലൈ ചെയ്യുക. ഇനിയോ അവിടെ തീരുമോ? അവിടെയും തീരുന്നില്ല. പിന്നെ എന്തൊക്കെ നടക്കുന്നു? പിന്നെ ഈ പരാതിക്കാരിയുടെ അമ്മ, സോ കോൾഡ് പരാതിക്കാരി എന്ന് ഞാൻ പറയും, ഈ പരാതിക്കാരിയുടെ അമ്മ രാഹുലിന് മെസ്സേജ് അയക്കുന്നു. എന്താ മെസ്സേജ് അയക്കുന്നത്? മോനെ സുഖാണോ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാണ് പീഡിപ്പിക്കപ്പെട്ടു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന പരാതിക്കാരിയുടെ അമ്മ മോനെ സുഖമാണോ? രാഹുല് സ്റ്റോറി വെക്കുമ്പോൾ, രാഹുൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ വാട്സപ്പിൽ അതിനൊക്കെ തിരിച്ച് റിപ്ലൈകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പല റിയാക്ഷനുകൾ വരുന്നു. റിയാക്ഷന് പുറത്ത് ചില ടെക്സ്റ്റ് മെസ്സേജുകൾ വരുന്നു. ഇവൻ ഈ രാഹുൽ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു, തന്നെ ഭീഷണിപ്പെടുത്തി എന്ന പരാതിയുമായി SITയോട് പറഞ്ഞ അതേ ദിവസം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെടുന്നു, റിമാൻഡ് ചെയ്യപ്പെടുന്നു, 18 ദിവസം ജയിലിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങുന്നു. അത് കഴിഞ്ഞുള്ള ഒരു ദിവസമാണ് രാഹുൽ തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി കൊടുത്തത്. അതേ ദിവസം തന്നെ വിളിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ അതേ ദിവസം പരാതിക്കാരിയുടെ അമ്മ രാഹുലിന് മെസ്സേജ് അയക്കുക. എന്താ മെസ്സേജ് അയക്കുന്നത്? മോനെ സുഖമാണോ? അപ്പോൾ ഈ കോടതിയിൽ രാഹുൽ കൊടുത്ത തെളിവുകൾ, ഈ മെസ്സേജ് വന്ന ഉടനെ ആ സ്ത്രീയെയും രാഹുൽ ബ്ലോക്ക് ചെയ്യുന്നു. വിത്ത് ഈ പരാതിയിൽ ഇന്ന ദിവസം ഇന്ന സമയത്ത് തന്നെ വിളിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേ ദിവസം തന്നെ പരാതിക്കാരിയുടെ അമ്മയും രാഹുലിന് മെസ്സേജ് അയക്കുക. അപ്പം ഇതൊക്കെ കണ്ടിട്ട് കോടതി പിന്നെ എന്താ പറയേണ്ടത്? ജാമ്യം റദ്ദ് ചെയ്തു എന്ന് പറയണോ? അതിന് കോടതിയെ കിട്ടൂല. കാരണം കോടതി പിണറായി വിജയൻ്റെ കക്ഷത്തിലല്ല ഇരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പിണറായി വിജയൻ്റെ കുണ്ടി നക്കുന്നവരായിരിക്കാം, പക്ഷേ കോടതി അങ്ങനെയല്ല. കോടതി പറഞ്ഞു പറ്റില്ല, ജാമ്യം റദ്ദാക്കേണ്ട ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് കോടതി പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഇത് കോടതിയിൽ നടന്ന കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അറിയാം. വളരെ കൃത്യമായിട്ട് കോടതിയിലെ കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കറിയാം. ഇത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? അതിനെക്കുറിച്ച് സംസാരിച്ചാൽ പരാതിക്കാരിയുടെ പരാതിയെ ചോദ്യം ചെയ്യും, പിന്നെ പരാതിക്കാരിയെ ചോദ്യം ചെയ്യും, അല്ലേ? പരാതി കൊടുത്ത്, രാഹുലിനെതിരെ പരാതി കൊടുത്ത് കേസ് കൊടുത്ത ആൾ രാഹുൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട്? പരാതിക്കാരിയുടെ അമ്മ രാഹുലിന് മെസ്സേജ് അയക്കുക, അതെങ്ങനെയുണ്ട്? അപ്പോൾ ഇതെന്താ സംഭവിക്കും? ഇതിനെക്കുറിച്ച് എന്താ ചർച്ചകൾ ഉണ്ടാവാത്തത്? നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വരെ എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അന്നും രാഹുൽ മാങ്കൂട്ടമായിരുന്നില്ലേ കത്തി നിൽക്കുന്നത് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളിൽ? എന്തുകൊണ്ട് ഇന്ന് ഇത് ചർച്ചയാവുന്നില്ല? കാരണം എന്താ? ഇത് ചർച്ചയാക്കിയാൽ ഈ കൂട്ടിക്കൊടുപ്പുകാർ, ഈ പച്ചയിറച്ചി തൂക്കി വിൽക്കുന്ന ഈ വേശ്യാ മാധ്യമങ്ങൾ, ആ വേശ്യാ മാധ്യമങ്ങളുടെ കരണക്കുറ്റി കേരളത്തിലെ പൊതുജനം അടിച്ചു പൊട്ടിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് മിണ്ടുന്നില്ല, വാ തുറക്കുന്നില്ല. കുറിപ്പ് ബാക്കി കൂടി വായിക്കാം. ഒരു ചെറുപ്പക്കാരനെ ഒരു സർക്കാരും ഒരു സംഘം മാധ്യമങ്ങളും ചേർന്ന് കഴിവേറ്റാൻ ശ്രമിച്ചതിൻ്റെ ഉദാഹരണമാണ് രാഹുൽ കേസ്. അയാൾ തന്നെ സൂചിപ്പിച്ച പോലെ കേരളം ഇതിൻ്റെ ചതികൾ ഒന്നൊന്നായി തെളിവ് സഹിതം തിരിച്ചറിയും തീർച്ച. ഇന്ന് തള്ളിപ്പറഞ്ഞവർ അന്ന് ദുഃഖിക്കും. NB ഈ പരാതിക്കാരി എനിക്കെതിരെയും അപവാദ പ്രചരണം നടത്തിയിരുന്നു. ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ട പരാതിക്കാരി കോടതി മുറിയിലും പൊതുസമൂഹത്തിലും ഇതിന് കണക്ക് പറയേണ്ടി വരും. ഈ പറഞ്ഞ കള്ളത്തിന് നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ലോകത്തിൻ്റെയും മുന്നിൽ തല കുനിച്ച് നിർത്തും. കോടതിയിൽ കള്ളം തെളിയുമ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കാനാകില്ല. വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവെച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാത്ത കാര്യങ്ങൾ അത്രയും സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, ഫെന്നി നൈനാനാണ്. കൃത്യമായിട്ട് നമ്മളിന്ന് രാവിലെ മുതൽ കണ്ടു പല ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതിനിർണായകം. എന്നാൽ കോടതി വിധി വരുമ്പോഴോ വാ തുറക്കുന്നില്ല.
കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ, കോടതിയുടെ കണ്ടെത്തലുകൾ, എന്തുകൊണ്ട് ജാമ്യം റദ്ദാക്കാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞതിനുള്ള കാരണങ്ങൾ, ഇതൊന്നും കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ പറയുന്നില്ല. കോടതി ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് അതിരാവിലെ മുതൽ രാഹുലിന് നിർണായകം. അമ്മയുടെ മൂട്, ഒലക്കയുടെ മൂട് എന്താണെന്ന് മനസ്സിലായോ? അതാണിത് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ വളരെ സെലക്റ്റീവാണ്. കാരണം എന്താ? പിണറായി വിജയൻ രാവിലെ എല്ലാ ദിവസവും തൂറിയിട്ട് ആ തീട്ടം നക്കാൻ കൊടുക്കും ചൂടോടെ. അത് നക്കുന്ന അടിമകളായതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ നോക്ക്, രാഹുലിന് നിർണായകമെന്ന് പറഞ്ഞവർ ഇത് നിർണായകമായതും തിരിച്ചടിയായതും ആർക്കാ? പരാതിക്കാരിക്ക്. 1. 2 അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ട് തന്നെ പിന്നെ കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുസമൂഹം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നിരീക്ഷിക്കാനുമൊക്കെ കഴിവുള്ള പ്രബുദ്ധരായ ജനങ്ങളായതുകൊണ്ട് ഈ കാരണങ്ങളോ ഈ കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളോ ജനങ്ങളിലേക്ക് എത്തരുത് എന്ന് കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ വാശി പിടിക്കുക അല്ലേ? ഇതിപ്പോൾ ഏതാ പരാതിക്കാരി? രണ്ടാമത്തെ പരാതി, KPCC പ്രസിഡന്റിന് പരാതി അയച്ച ആൾ. ഞാനിങ്ങനെ ആലോചിക്കുക, രാഹുൽ പീഡിപ്പിച്ചു എന്ന് പരാതി അയച്ച ആൾ, ആ പരാതി അയച്ച ആൾ രാഹുൽ മാങ്കൂട്ടത്തിന് വാട്സപ്പ് സ്റ്റാറ്റസിന് റിപ്ലൈ ചെയ്യുക, റിയാക്ഷൻ അടിക്കുകയാണ്. അമ്മ ചോദിക്കുക, മോനെ സുഖല്ലേ, മോനെ സുഖല്ലേ എന്ന്. ആര്? ഏത് ദിവസം? അതും രാഹുല് പരാതിക്കാരിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക, കൊന്നുകളയുമെന്ന്. അതേ ദിവസം അമ്മ രാഹുലിനോട് ചോദിക്കുക, ഏതമ്മ? ബീനാമ്മയല്ല, രാഹുലിൻ്റെ അമ്മയല്ല, പരാതിക്കാരിയുടെ അമ്മ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട്, ബലാത്സംഗ വീരനോട് ചോദിക്കുന്നത് എന്താണ്? മോനെ സുഖല്ലേ എന്ന്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ വേശ്യാമാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ, സത്യങ്ങൾ മുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇതിന് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്.